ഹോർത്തൂസിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. കേരളത്തിലെ നാടക മേഖലയെക്കുറിച്ച് അല്ലെങ്കിൽ നാടകത്തെക്കുറിച്ച്, നാടകക്കാരെക്കുറിച്ച് ഹോർത്തൂസിൻ്റെ തുടക്കം മുതൽ, കഴിഞ്ഞ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ, എഡിഷൻ മുതൽ നാടകത്തിനൊരു സെഷൻ വയ്ക്കാൻ തുടങ്ങി. മറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിൽ സമരവും ബഹളവും ഒക്കെ നടത്തേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു സെഷൻ വയ്ക്കുന്നതിന് വേണ്ടി. മനോരമയ്ക്ക് അതിനുള്ള അഭിവാദ്യങ്ങൾ, ആശംസകൾ. കേരളത്തിൽ, നാട്ടിൽ നാടകമുണ്ട്, ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ സത്യമാണ്. പക്ഷേ നാട്ടിലെമ്പാടുമുള്ള നാടകക്കാരെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്, എങ്ങനെയാണ് അവർക്കുള്ള സ്പേസ്, അത് വളരെ ചിന്തനീയമായിട്ടുള്ള ഒന്നാണ്. ഞങ്ങളിവിടെ മൂന്ന് പേരും നാടകം ഔദ്യോഗികമായി അക്കാഡമിക്കായി പഠിച്ചവരാണ്. 1978 ആരംഭിച്ച തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ പഠിച്ചവരാണ് ശ്രീ മണികണ്ഠനും ശ്രീ പ്രേംകുമാറും. ഇവർ രണ്ടുപേരും ഇപ്പോൾ നാടകത്തിലില്ല. എനിക്ക് ആദ്യം തന്നെ ഇവരോട് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് നിങ്ങൾ നാടകത്തിലില്ല? നാടകം ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ, അതോ നാടകവും ജീവിതവും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ കൊണ്ടാണോ, നാടകത്തിന് കേരളത്തിൽ സ്വീകാര്യതയില്ലാത്തത് കൊണ്ടും വ്യക്തിപരമായി നമുക്ക് സംതൃപ്തി ഇല്ലാത്തത് കൊണ്ടുമാണോ? എന്താണ്? നമസ്കാരം. ആദ്യം തന്നെ നാടകം ഒരു ചർച്ചയാക്കണമെന്ന് തീരുമാനിച്ച മലയാള മനോരമയ്ക്ക്, ഹോർത്തൂസിന് എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. ഇവിടെ പലപ്പോഴും ഇത്തരം പ്രമുഖങ്ങളായ വേദികളിൽ നാടകം വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടുകയോ പരാമർശിക്കപ്പെടുക പോലും ചെയ്യാതെ പോകുമ്പോൾ മനോരമയുടെ ആ ഒരു ഉദ്യമത്തെ തീർച്ചയായിട്ടും ഒരു നാടകക്കാരൻ, നാടകത്തോട് ഇഷ്ടമുള്ള, ആഭിമുഖ്യമുള്ള നാടകക്കാരൻ ഇപ്പം ഞാൻ പറയുന്നത് എത്രത്തോളം ഔചിത്യമാണ് എന്നെനിക്കറിയില്ല. എങ്കിലും നാടകത്തെ വളരെ എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ആദ്യമേ എൻ്റെ അഭിനന്ദനങ്ങൾ മനോരമയെ, ഹോർത്തൂസിനെ അറിയിക്കുന്നു. ഇവിടെ ശൈലജ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, നാടകം നാട്ടിലുണ്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കുറേ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയായിട്ടാണ് ഞാനതിനെ, അതായത് നാടകം നാട്ടിലുണ്ടോ എന്നൊരു ചോദ്യം, അല്ലെങ്കിൽ നാടകം നാട്ടിലില്ല എന്ന ഒരു പ്രസ്താവന, നാടകം നാട്ടിലില്ലേ, ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ചോദ്യങ്ങളും അത് നിലവിലുണ്ട് എന്ന ഒരു ധ്വനി കൂടി നാടകം നാട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറേ ചോദ്യങ്ങളും അതിൻ്റെ പിന്നിൽ നമ്മുടെ മനസ്സിൽ വരികയാണ്. എന്തു തന്നെയായിരുന്നാലും ശരി, നമ്മൾ നാടകം നാട്ടിലുണ്ട് എന്ന് ഉറപ്പിക്കുമ്പോൾ നാട്ടിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. നാടകത്തിന് ഒരു മരണം ഒരിക്കലും ഉണ്ടാവില്ല. നാടകം അത് ഈ ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളുടെയൊക്കെ ഒരു വലിയ കടന്ന് വരവിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ആദ്യം അത് ഒരു ചെറിയൊരു തളർച്ച താൽക്കാലികമായി ഉണ്ടായി എങ്കിലും പിന്നീട് അത്തരം മാധ്യമങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നാടകം ഏറ്റവും ശക്തമായി നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ്. നമുക്ക് ലോക ചരിത്രം എടുത്തു നോക്കിയാൽ വിദേശ രാജ്യങ്ങളുടെ നാടകമായിരുന്നാലും ഒക്കെ ആ അർത്ഥത്തിലാണ് നാടകത്തിൻ്റെ ഒരു നിലനിൽപ്പ് ഇന്നും ഉള്ളത്. അതിന് കാരണം നാടകം എന്നത് അതൊരു ജീവനുള്ള മാധ്യമമാണ് എന്നത് തന്നെയാണ്. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുമ്പോൾ ശങ്കരപ്പിള്ള സാർ നിരന്തരം പറയുന്ന ഒരു നിർവചനം നാടകത്തെക്കുറിച്ച്, ജീവനുള്ള നടൻ ജീവനുള്ള പ്രേക്ഷകരുമായി നേരിട്ട് വിനിമയം നടത്തുന്ന ജീവനുള്ള മാധ്യമം, ജീവത്തായ മാധ്യമം, അതാണ് നാടകം. ആ ജീവനാണ് നാടകത്തിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത്. നാടകം എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങളുടെ ഒരു സമ്യക്കായിട്ടുള്ള ഒരിടമാണ്. അതിനകത്ത് എല്ലാ കലകളും അതിനകത്ത് ലയിച്ചിരിക്കുന്നു. അതിനകത്ത് സംഗീതമുണ്ട്, സാഹിത്യമുണ്ട്, ചിത്രകലയുണ്ട്, ശില്പകലയുണ്ട്, നൃത്തമുണ്ട്. ഇങ്ങനെയെല്ലാം നാടകത്തിൽ അത് നാടിൻ്റെ ഒരു പ്രതിഫലനമാണ്, മനുഷ്യ ജീവിത അവസ്ഥകളുടെ പ്രതിഫലനമാണ്, മനുഷ്യ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളുടെ പ്രതിഫലമാണ്, അവൻ്റെ രാഷ്ട്രീയത്തിൻ്റെ, ഇതിൻ്റെ എല്ലാം സമഗ്രതയിൽ നമുക്ക് നൽകുന്ന ഒരു വലിയ അനുഭവമാണ് നാടകം. അത് ഏറ്റവും ജീവനോടെ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുകൊണ്ട് നാടകം എന്നും നാട്ടിലുണ്ടാകും എന്ന് ആമുഖമായിട്ട് പറയുകയാണ്. ഇനി ഞാൻ എൻ്റെ ആ ചോദ്യത്തിലേക്ക് വരും, എന്തുകൊണ്ട് നാടകത്തിലേക്ക്
തീർച്ചയായും ഞാൻ തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ശങ്കരപ്പിള്ള സാറിൻ്റെ, വയലാവാസ്തവൻപിള്ള സാറിൻ്റെ, പി കെ കുട്ടൻ നായർ സാർ തുടങ്ങി നാടകത്തിൻ്റെ മഹാ ആചാര്യന്മാരുടെ കീഴിൽ ഒരു പരിശീലനം നേടാൻ വലിയ ഭാഗ്യം ലഭിക്കുകയും ലോക നാടകവേദിയെക്കുറിച്ച് കുറേയൊക്കെ അറിയാൻ കഴിയുകയും ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ പിന്നീട് യാദൃച്ഛികമെന്നോണം എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ജോലി സമ്പാദിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ നാടക ഈ സ്കൂളിൽ വരുമ്പോഴുള്ള എൻ്റെ ഒരു ലക്ഷ്യം. പക്ഷെ പിന്നീട് ചില നാടകത്തിലേക്ക് അഭിനയിച്ചിരുന്നു. എൻ്റെ സീനിയേഴ്സായിട്ടുള്ള ചില ആൾക്കാർ ദൂരദർശനിൽ ആ സമയത്ത് ഉദ്യോഗസ്ഥന്മാരായി വരുന്ന ദൂരദർശനമൊക്കെ തുടങ്ങി കുറച്ച് കഴിയുന്ന സമയമാണ്. അപ്പോൾ ആ ദൂരദർശനിലെ കുറേ ടെലിഫിലിമുകളിൽ എന്നെ അവർ കാസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നാടകവേദിയിൽ നിന്ന് ഞാൻ പോലും അറിയാതെ നാടക പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തുടങ്ങിയത്. പക്ഷേ ആ നാടകവേദിയിൽ നിന്ന് ഇങ്ങനെയുള്ള ചില ടെലിവിഷൻ പരിപാടികളിലേക്ക് ക്ഷണം കിട്ടുകയും അത് ബോധപൂർവം തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഞാൻ ടെലിവിഷനിൽ നേരത്തെ ഒരു പാനൽ ആർട്ടിസ്റ്റ് ആയിരുന്നു, നാടകത്തിൻ്റെ ഓൾ ഇന്ത്യ റേഡിയോയിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയെന്നോണം ടെലിവിഷനിൽ കുറേ ടെലിഫിലിംസിൽ അഭിനയിക്കാൻ പറ്റി. ലെംബോ എന്ന് പറയുന്ന ഒരു ടെലിഫിലിമിന് അന്ന് KG ജോർജ് സാറ് ചെയർമാനായിരുന്ന സംസ്ഥാന ടെലിവിഷൻ്റെ ആദ്യത്തെ അവാർഡ്, അത് മികച്ച നടനുള്ള അവാർഡ് എനിക്ക് കിട്ടുന്നു. പിന്നീട് ചില സിനിമകളിലേക്ക് എനിക്ക് ക്ഷണം വരുന്നു. മഹാനായ PA ബക്കർ സാർ സംവിധാനം ചെയ്ത സഖാവ് കൃഷ്ണപിള്ള എന്ന് പറയുന്ന സിനിമ, കേരളത്തിൻ്റെ വിപ്ലവ തേജസ്, വിപ്ലവ സൂര്യനായിരുന്ന P കൃഷ്ണപിള്ള സഖാവ്. ആ സഖാവ് കൃഷ്ണപിള്ളയുടെ റോള് എന്നെ ഏൽപ്പിക്കുന്നു അദ്ദേഹം. അത് അഭിനയിച്ചുകൊണ്ട് എൻ്റെ സിനിമയിലൊരു തുടക്കം വരുന്നു. പിന്നീട് പല സിനിമാക്കാരും വരുന്നു, ചില തമാശ കഥാപാത്രങ്ങളിലേക്കൊക്കെ എന്നെ പരിഗണിച്ചു വന്നു. അത് ലെംബോയ്ക്ക് ശേഷമാണ്. തുടർന്ന് സിനിമയിൽ കുറേ അവസരങ്ങൾ. ഇങ്ങനെ നാടകത്തിൽ നിന്ന് ക്രമേണ അകന്നു പോയി ഞാൻ ഒരു സ്വാഭാവികമായി അതങ്ങനെ സംഭവിച്ചതാണ്. അല്ലാതെ നാടകത്തോടൊരു ഗുഡ് ബൈ പറഞ്ഞിട്ടെന്നാൽ ഇന്ന സിനിമ ചെയ്യാം അല്ലെങ്കിൽ ടെലിവിഷൻ ചെയ്യാം എന്ന് പറഞ്ഞ് ബോധപൂർവം ഒരു തീരുമാനമെടുത്ത് വന്നതൊന്നുമില്ല. അങ്ങനെ കുറേ സിനിമകൾ ചെയ്തു. ഇപ്പോൾ കുറച്ചൊന്ന് ഫ്രീ ആയി. ഇനി തീർച്ചയായും നാടക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമാകാനുള്ള ആഗ്രഹം ഇപ്പോൾ ഉണ്ട്. അല്ല, നാടകം എനിക്കൊരു മടുത്തിട്ടോ അല്ലെങ്കിൽ നാടകത്തോട് എന്നും ഒരു പാഷനുള്ള ആളാണ് ഞാൻ. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഇനിയും സംസാരിക്കാം. നാടകത്തോട് ഇപ്പോഴും ഏറ്റവും നിറഞ്ഞ ആദരവ് പുലർത്തുന്ന നാടകമാണ് ഏറ്റവും ഒരു ഉത്കൃഷ്ടമായ നാടകാന്തം കവിത്വം എന്ന് പറയുന്ന ഒരു പ്രസ്താവന മലയാളത്തിൽ. അത് കവിത എഴുതുന്നതാണ് ഏറ്റവും മഹത്തായ സാഹിത്യ പ്രക്രിയ എന്ന് വിചാരിക്കുന്ന സമൂഹത്തിൽ കവികളാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുമ്പോൾ ആ കവികളുടെ കവിത്വത്തിൻ്റെ ഏറ്റവും പരമകാഷ്ഠയായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് നാടകമാണ്. ഇത് പറയുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നായിട്ടാണ് നാടകത്തെ പരിഗണിക്കുന്നത്. ഇപ്പോഴും നാടകത്തിന് ആ ഏറ്റവും വലിയ ഔന്നത്യവും മഹത്വവുമുണ്ട്. അത് നമ്മൾ മറന്നു പോകാനും പാടില്ല. നാടിൻ്റെ സാംസ്കാരികമായിട്ടുള്ള സ്പന്ദനങ്ങളെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരുന്ന മലയാള മനോരമയുടെ ഹോർത്തൂസ് എന്ന് പറയുന്ന ഈ സാംസ്കാരിക ഉത്സവത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞത് വലിയ സന്തോഷമാണ്. കഴിഞ്ഞ വർഷവും ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ മറിമായം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്ഷനിലായിരുന്നു. എന്തായാലും വരാൻ കഴിഞ്ഞതും നിങ്ങളോട് സംസാരിക്കാൻ ഒരു അവസരം ഇതിലൂടെ ഉണ്ടായതുമൊക്കെ വലിയ ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. ചോദ്യം, നാടകം പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ നാടകത്തിൽ നിൽക്കാതെ വേറെ വഴി അന്വേഷിച്ചു പോയതെന്ത് എന്നാണ്. അതിൻ്റെ ഉത്തരവും നാടകം തന്നെയാണ്. നമ്മളെ ജനിപ്പിക്കുന്ന ഒരു സ്ഥാപനം നമ്മളെ വളർത്തുകയും കൂടി ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വമുണ്ട് അതിന്. അല്ലെങ്കിൽ സ്ഥാപനത്തിന്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാവണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അഭിനയിച്ച നാടകത്തിലുള്ള വേഷങ്ങളെക്കാൾ ഒരു പടി ഉയർന്ന വേഷമല്ല ഞാൻ ഈ 30 വർഷവും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്തിട്ടുള്ള ജോലികൾ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള പല മാർഗങ്ങളുടെ അന്വേഷണത്തിൽ വഴിതിരിഞ്ഞ് വഴിപിഴച്ച് പോയി എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ്. അങ്ങനെ വഴിപിഴച്ച് പോയതുകൊണ്ടാണ് സത്യത്തിൽ ഇവിടെ ഇപ്പോൾ ഇരിക്കാൻ പറ്റുന്നത് തന്നെ. കേരളം നാടകത്തിൻ്റെ സാധ്യതകൾ, ഒരു നാടകക്കാരന് വളരാനുള്ള പശ്ചാത്തലം, വളരാനുള്ള ഒരു മണ്ണ് ഇല്ല എന്നുള്ളത് ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തീരുമാനിച്ചതാണ്.
അന്ന് എനിക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾ നാടകത്ത് ഈ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ജോലി അവരെവിടെയെങ്കിലും ഒന്ന് ഉൾക്കൊള്ളിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതേ ആവശ്യങ്ങളാണ് 30 വർഷം കഴിഞ്ഞിട്ട് ഇന്നും അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും നാടകം പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നില്ല. പക്ഷേ ഒറ്റപ്പെട്ട നാടകങ്ങൾ പല പ്രദേശങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. അതൊന്നും കണ്ടില്ല എന്ന് നടിച്ചിട്ടല്ല ഈ വർത്തമാനം. ഇപ്പോൾ ദീപൻ ശിവരാമനെ പോലെയും ശൈലജയെ പോലെ ഇവരൊക്കെ ഗംഭീരമായിട്ട് നാടകങ്ങൾ ചെയ്യാൻ കഴിവുള്ള പ്രാപ്തരായിട്ടുള്ള ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള നാടകങ്ങളോട് കിടപിടിക്കാൻ പാകത്തിലുള്ള രംഗാവതരണങ്ങൾ ഒരുക്കാൻ കപ്പാസിറ്റിയുള്ള ആളുകളാണ്. പക്ഷെ അവർക്ക് അതിനുള്ള തറയില്ല എന്നുള്ളതാണ് സത്യത്തിൽ നാടകം നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസം. ഇപ്പോൾ ദീപൻ ശിവരാമൻ്റെ ഒരു നാടകം നമ്മുടെ ഹോർത്തൂസിനകത്ത് ഇവിടെ നടക്കുന്നുണ്ട് അടുത്ത ദിവസം. പക്ഷേ ഇതൊക്കെ 1 കളിയോ 2 കളിയോ 4 കളിയോ കഴിഞ്ഞാൽ അസ്തമിച്ച് പോകുന്ന അവസ്ഥയാണ്. ഇതിൻ്റെ തുടർച്ചകൾ ഉണ്ടാകുകയും ഇതിന് ഒരു കൃത്യമായ ഒരു മെഷീനറി പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ നാടകം എന്ന് പറയുന്ന ഒരു സംഗതി ഇനി തുടർന്ന് നിലനിൽക്കുന്നതിന് വേണ്ടി സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നും ആഗ്രഹിക്കുന്നത് നാടകത്തിൽ അഭിനയിക്കാനാണ്. എനിക്ക് ജീവിക്കാനുള്ള കൃത്യമായിട്ടുള്ള വേതനം നാടകം തരുന്നു എങ്കിൽ ഞാൻ നാടകത്തിൽ മാത്രമേ അഭിനയിക്കൂ. അതിനേക്കാൾ കേമമല്ല സിനിമയും ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടെലിവിഷൻ ഷോയും. അപ്പോൾ നാടകം തന്നെയാണ് സത്യത്തിൽ എന്നെ നാടകത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. 2 വ്യത്യസ്ത ഉത്തരങ്ങൾ. എനിക്ക് തോന്നുന്നു കേരളത്തിലെ പൊതുസമൂഹത്തിനും നാടകത്തെ രാഷ്ട്രീയമായും ഗൗരവമായും കാണുന്ന ഒരു ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള 2 വേർഷൻ ഉത്തരമാണ് പഠിച്ച 2 ആളുകളിൽ നിന്നും. 1978 തൃശ്ശൂരിൽ സ്കൂൾ ഓഫ് ഡ്രാമ തുടങ്ങുന്നു. 88 ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ തിയേറ്റർ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങുന്നു, സ്കൂൾ ഓഫ് ലെറ്റേഴ്സ്. അവിടെ വളരെ മഹാരഥന്മാരായ ആളുകളാണ് ആ ഡിപ്പാർട്ട്മെൻറ്റ് നേതൃത്വം കൊടുത്തു കൊണ്ടുവന്നത്. അതിനുശേഷം 95 തുടങ്ങി 2000 കാലടി യൂണിവേഴ്സിറ്റിയിൽ നാടകത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിക്കുന്നു. 2010 ശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ MAയും MPhilഉം ആരംഭിക്കുന്നു. ഇവിടെയെല്ലാം എല്ലാ വർഷവും സീറ്റ് ഫില്ലാണ്, കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇതും കഴിഞ്ഞിട്ട് മലയാളികളായ കുട്ടികൾ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ, പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ, ഡൽഹിയിലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ തന്നെ ബാംഗ്ലൂർ, അഗർത്തല, വാരണാസി തുടങ്ങിയ സ്ഥലങ്ങളിലെ റീജിയണൽ സെൻറ്ററുകളിൽ, മധ്യപ്രദേശിലെയും UPയിലെയും വിവിധ കോളേജുകളിലെ തിയേറ്റർ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ പോയി MAയും MPhilഉം PhDയും തിയേറ്ററിൽ നേടുന്നു. ഇതും കഴിഞ്ഞ് അന്തർദേശീയമായി പറഞ്ഞു കഴിഞ്ഞാൽ സിംഗപ്പൂരിലെ ഇൻ്റർകൾച്ചറൽ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നു. ഇംഗ്ലണ്ടിലെ റാഡയിലേക്ക് തിയേറ്റർ പഠിക്കാനായി പോകുന്നു. യൂറോപ്പിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ തിയേറ്റർ ഡിപ്പാർട്ട്മെൻറ്റുകളും തിയേറ്ററിന് വേണ്ടിയിട്ടുള്ള കോളേജുകളുമുണ്ട്. അവിടേക്ക് മലയാളികളായിട്ടുള്ള അന്വേഷണാത്മക മനസ്സുള്ള ആർട്ടിസ്റ്റുകൾ നാടകം പഠിക്കാനായി പോകുന്നു. ഇവരൊക്കെ തിരിച്ച് കേരളത്തിലേക്ക് എത്തുമ്പോൾ ശ്രീ മണികണ്ഠൻ പറഞ്ഞതും ശ്രീ പ്രേംകുമാർ പറഞ്ഞതുമായ 2 വ്യത്യസ്ത ചിത്രങ്ങൾ ആണ് അവരെ കാത്തിരിക്കുന്നത്. ഒന്ന്, നാടകം നമ്മൾ നമ്മുടെ ഇത് ജനങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഇത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെയും കൂടി പ്രശ്നമാണ്. പഠിച്ച ഒരു കാര്യം കോഴ്സുകൾ ആരംഭിക്കുന്നു. ഇപ്പം ശ്രീ മണികണ്ഠൻ പറഞ്ഞു വന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥാപനത്തിന് തന്നെ അതിൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്. ഇപ്പം നമ്മുടെ UGCയുടെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ നിരവധി അത്യാധുനിക കോഴ്സുകളും ഇവിടെയുണ്ട്. കോഴ്സുകൾ ആരംഭിക്കുന്നു, പക്ഷേ ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്നവരുടെ ഫ്യൂച്ചർ എന്താണ്, അവരെവിടേക്ക് പോകണം, അവർക്കിത് ഡീൽ ചെയ്യാൻ, പ്രത്യേകിച്ചും കലയാകുമ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാൻ, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ, അത് വിനിമയം നടത്താൻ, അത് കാണിക്കാനൊക്കെയുള്ള പൊതുവേദി എവിടെയാണ് എന്നതൊരു വലിയ ചോദ്യമാണ്. കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിഷയമാണ്. അപ്പോൾ അവിടെ ഇപ്പം നമ്മുടെ സ്കൂളുകളിൽ നാടക അധ്യാപകരെ അപ്പോയിൻറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ കേസ് നടക്കുകയും ആ കേസിനൊരു വിധി വന്നിരിക്കുന്നതൊക്കെ ഒരു സമയമാണിപ്പോൾ. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായും സ്കൂളുകളിൽ താൽക്കാലിക ക്രാഫ്റ്റ്, മ്യൂസിക്, ഡാൻസ് ഒക്കെ അധ്യാപകരെ നിയമിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയും നാടകത്തിനുള്ള അധ്യാപകരെ നിയമിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്,
ഒരു കോഴ്സ് നാടകം പഠിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ കേരളത്തിൽ നാടകം പഠിക്കുന്നു. ആ പഠിച്ചവർക്ക് സ്ഥിരം തൊഴിലോ സാധാരണ തൊഴിലോ അതിനുള്ള ഓപ്പർച്യൂണിറ്റി വളരെ കുറവാണ്. ശ്രീ മണികണ്ഠൻ പറഞ്ഞ ഒരു പോയിന്റ് വളരെ വ്യക്തമാണ്. ആയിരക്കണക്കിന് നാടക പ്രവർത്തകർ, പഠിച്ചവരും പഠിക്കാത്തവരുമായിട്ടുള്ള നാടക പ്രവർത്തകർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഇവിടെ അടിവരയിട്ടത്. എനിക്ക് നാടകത്തിൽ നിന്ന് ജീവിക്കാൻ ഉള്ള മീൻസ് ഉണ്ടാകുമെങ്കിൽ ചെറിയ രീതിയിൽ മതി, വലിയ സമ്പന്നരെ പോലെ വേണ്ട, പക്ഷേ ഒരു സാധാരണ മനുഷ്യരെ പോലെ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ജീവിച്ചു പോകാനുള്ള എന്തെങ്കിലും ഒരു വരുമാനം നാടകത്തിൽ നിന്ന് ലഭിക്കുമെങ്കിൽ നാടകം എൻ്റെ ആത്മാവാണ്, എൻ്റെ ജീവിതമാണ്. ഞാൻ അതിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കാരണം നാടകത്തിൽ ഒരിക്കൽ ഇടപെട്ടിട്ടുള്ള, ഒരിക്കൽ സ്റ്റേജിൽ നിന്നിട്ടുള്ള, ഒരു കഥാപാത്രം അവതരിപ്പിച്ചിട്ടുള്ള, ഒരു നാടകം സംവിധാനം ചെയ്തിട്ടുള്ള, അതിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിലൂടെ കടന്നുപോയ എല്ലാവരുടെയും അഭിപ്രായം ഇതാണ്. പക്ഷേ ഇതെന്തുകൊണ്ടാണ്? അതാണ് നമ്മുടെ വിഷയം. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മുടെ നാട്ടിൽ, നമ്മൾ ഇന്ത്യയിലെ, ലോകത്തിലെ ഏറ്റവും സാംസ്കാരികമായും അല്ലാതെയും ഒക്കെ ഉയർന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത്. നമ്മൾ പല കാര്യങ്ങളിൽ നമ്മൾ ഒന്നാമതാണ്. പക്ഷേ എന്തുകൊണ്ട് നാടകത്തിന് സ്പേസ് ഇല്ല? നാടകം എന്ന കലയെ മലയാളികൾ അല്ലെങ്കിൽ അധികാരികൾ, ഭരണഘടനാ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ വേണ്ട രീതിയിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അതാണ് എൻ്റെ അടുത്ത ചോദ്യം നിങ്ങളോട് രണ്ടുപേരോടും. 1958 ആരംഭിച്ച സംഗീത നാടക അക്കാദമി, അതിനുശേഷം പല വകുപ്പുകളുടെയും കീഴിലാണ്. 1988 കേരളത്തിൽ ഒരു സ്വതന്ത്ര കൾച്ചറൽ മിനിസ്റ്റർ എന്ന പോർട്ട്ഫോളിയോ ആരംഭിക്കുന്നത്. അത് ശ്രീ ടി കെ രാമകൃഷ്ണൻ്റെ കൾച്ചറൽ മിനിസ്റ്ററായിട്ട് അവരോധിക്കപ്പെട്ടപ്പോഴാണ്. അതിനുശേഷം കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടായി. ഒത്തിരിയേറെ സാംസ്കാരിക സ്ഥാപനങ്ങളും അക്കാദമികളും അതിനുശേഷം, ചലച്ചിത്ര അക്കാദമിയൊക്കെ അതിനുശേഷമാണ് ഉണ്ടാവുന്നത്. സ്വതന്ത്ര കൾച്ചറൽ പോർട്ട്ഫോളിയോ ഒരു മിനിസ്റ്റർ സ്വതന്ത്രമായിട്ടുണ്ടായതിനു ശേഷം. പക്ഷേ അപ്പോഴും കേരളത്തെ നിർമ്മിക്കുന്ന, ആധുനിക കേരളത്തെ നിർമ്മിക്കുന്നതിൽ ഒത്തിരി പങ്ക് നൽകിയ നാടകത്തെ എന്തുകൊണ്ടാണ് വേണ്ടത്ര ശ്രദ്ധയോടെ, അതിന് വേണ്ടത്ര സ്വീകാര്യത നേടിക്കൊടുക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിലും അതേപോലെ തന്നെ പല മേഖലകളിലും നാടകം ഇന്ന് വളരെ പ്രാധാന്യമുള്ള ഒരു ആർട്ടാണ്. ഈവൻ മെഡിക്കൽ മേഖലയിലുണ്ട്, ആതുര സേവനത്തിൽ, പാലിയേറ്റീവിൽ എല്ലാം നാടകത്തിന് വലിയ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആർട്ടാണ്. പക്ഷേ എന്തുകൊണ്ടാണ് കേരളത്തിൽ, ശരിക്കും പറഞ്ഞാൽ ഡൽഹി, ബോംബെ, കൽക്കത്ത പോലെയുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര, കൊൽക്കത്ത, ഡൽഹി സ്റ്റേറ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനുമൊക്കെ വളരെ താഴെയാണ് കേരളത്തിലെ നാടകം നിർമ്മിക്കാനും അവതരിപ്പിക്കാനും നാടകത്തിലൂടെ ജീവിക്കാനും ഒക്കെയുള്ള സാധ്യത വളരെ കുറവാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഇതിൻ്റെ ഒരു സാമൂഹ്യ വശം എന്താണ്, ഒരു രാഷ്ട്രീയ വശം എന്താണ്? ഇത് നിങ്ങളുടെ രണ്ടുപേരുടെ ഒപ്പീനിയൻ അറിയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. ഇവിടെ ശൈലജ പറഞ്ഞ ഒരു കാര്യത്തിൽ ശ്രീ മണികണ്ഠനും ഞാനും രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞത് ശരിയല്ല. അത് ഓക്കെ, ഞങ്ങൾ ഈ നാടകത്തോടുള്ള ആഭിമുഖ്യത്തിൻ്റെ കാര്യത്തിൽ എനിക്കും മണികണ്ഠനും ഒരേ അഭിപ്രായം തന്നെയാണ്. എന്തുകൊണ്ട് അതിൽ തുടരുന്നില്ല എന്നുള്ള കാര്യത്തിലും ഞാൻ പറഞ്ഞത് അതൊരു സ്വാഭാവികമായി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. മണികണ്ഠൻ വ്യക്തമായും അത് നാടകമല്ലാത്തൊരു വഴി തിരഞ്ഞെടുത്തു. അത് അതിനകത്തുള്ളൊരു പ്രതിഫലത്തിൻ്റെ കാര്യത്തിലും ജീവിത സാഹചര്യങ്ങൾ അതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെയുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അതാണ്. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ശരി, നാടകം എന്നുള്ളത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയത്തിൽ ഒരുപോലെ ആഴത്തിൽ പതിഞ്ഞ് കിടക്കുന്ന ഒന്ന് തന്നെയാണ്. അതിനകത്തൊരു സംശയമില്ല. ഇപ്പോൾ ചോദിച്ച ഒരു ചോദ്യം, എന്തുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഇല്ല എന്നുള്ള ഒന്ന് ചോദിച്ചു, ഉണ്ടായി വരുന്നില്ല. ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ഒന്ന്, ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ നാടക ഒരു വേദിയെ സംബന്ധിച്ച് നമുക്ക് 100 വർഷത്തെ പാരമ്പര്യമാണ് മലയാള നാടകവേദിക്ക്. അത് 1882 തോന്നുന്നു ശാകുന്തളം നാടകം നമ്മുടെ കേരളവർമ്മ തമ്പുരാൻ അത് മലയാളത്തിൽ വിവർത്തനം ചെയ്തത് മുതലാണ് ഒരു കാലഗണനയിൽ നാടകത്തിൻ്റെ ചരിത്രം നമ്മൾ പറയുന്നത്. 100 വർഷം കഴിഞ്ഞിട്ടുണ്ടത്. 100 വർഷം കഴിഞ്ഞു. ഇത് ആദ്യകാലങ്ങളിൽ നമ്മുടെ തമിഴ് നാടകങ്ങളിൽ നിന്ന്, പാഴ്സി നാടകങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഒരു സ്വാധീനത്തിൽ ഇങ്ങനെ പെട്ടുപോയിരുന്ന ഒന്ന്. അത് നാടകവേദിയുടെ ഒരു വളർച്ച തന്നെ ആ രീതിയിലാണ്. അപ്പോൾ ഇതൊരു സീരിയസ് ആയിട്ടൊരു നാടകത്തെ കണ്ട് അതൊക്കെ പിന്നീട് ഉള്ള നാടകത്തിൻ്റെ ചരിത്രമാണ്. അതിൻ്റെ വികാസ പരിണാമ ദശകളിൽ പിന്നീടുണ്ടായതാണ്. നേരത്തെ ശൈലജ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക നവോത്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു ആധുനിക കേരളം രൂപപ്പെടുത്തുന്നതിന് തന്നെ നാടകമെന്ന് പറയുന്ന കലാരൂപം നൽകിയ മഹത്തായ സംഭാവനകളൊക്കെ പിൽക്കാല ചരിത്രമാണ്. ഇതൊക്കെയാണെങ്കിൽ ഇത്രയും സാംസ്കാരികമായ ഒരു തനിമയും ഒരു മഹത്വവും ഒക്കെ ഉള്ള നാടകമെന്ന കലാരൂപം പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മുമ്പ് ഈ ഒരു വർഷം ഒരു നല്ല അഭിപ്രായം നേടി, ഞാനൊരു പ്രൊഫഷണൽ നാടകത്തെക്കുറിച്ച് പറയാം. വളരെ അഭിപ്രായം നേടുന്ന ഹിറ്റായി എന്നൊക്കെ പറയുന്ന നാടകങ്ങൾ 300-ലധികം വേദികളിലൊക്കെ ഒരു വർഷം കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്നിപ്പോൾ
ഞാൻ പല സുഹൃത്തുക്കളും എനിക്കുണ്ട് ആ മേഖലയിൽ. അവരൊക്കെ പറഞ്ഞത് 200-ന് താഴെയൊക്കെ കഷ്ടിച്ച് 100-150 ഏറ്റവും മികച്ച നാടകമെന്ന അഭിപ്രായം വരുന്ന, അവിടെ പലപ്പോഴും നമ്മുടെ അത്തരം നാടകങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഉത്സവ വേദികളിലൊക്കെ, ഉത്സവപ്പറമ്പുകളിലൊക്കെ ഇന്നിപ്പോൾ മറ്റു ചില കലാരൂപങ്ങളൊക്കെ ഇങ്ങനെ കൈകടക്കുകയും നാടകം അവിടെ നിന്നൊക്കെ ഇങ്ങനെ നീക്കി നിർത്തപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ അത് ഒരിടത്ത്. നമ്മൾ പലപ്പോഴും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നാടകം ഒരു ഗംഭീരമായി ഇന്നും നിലനിൽക്കുന്നത് അവിടുത്തെയൊക്കെ ഗവൺമെൻറ്റുകളുടെ ഒരു വലിയ ഫണ്ടിങ് ആ കാര്യത്തിലുണ്ട്. ഇപ്പോൾ ഫ്രാൻസിലെ തിയേറ്ററുകൾ, അല്ലെങ്കിൽ പാരീസിലൊക്കെ തിയേറ്ററുകൾ ഏറ്റവും ശക്തമായി നിൽക്കുന്ന, അവിടെ ഈ ടിക്കറ്റ് എടുത്ത് നാടകം കാണുന്ന ഒരു ശീലവും അവിടുത്തെ പ്രേക്ഷകരുണ്ട്. നമ്മുടെ കേരളത്തിലൊന്നും അതൊക്കെ ഇപ്പോൾ മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അത് സ്ഥിരം നാടകവേദിയൊക്കെ മുമ്പുണ്ടായിരുന്ന കാലത്തൊക്കെ പിന്നെ നാടകം ടിക്കറ്റ് എടുത്ത് കാണുന്ന ഒരു ശീലമൊക്കെ ഉണ്ടായിരുന്നു. അത് ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ വീണ്ടും കുറേശ്ശെയൊക്കെ തിരിച്ചു വരുന്നത് ഏറ്റവും അത് വളരെ നമുക്കൊരു പ്രത്യാശ നൽകുന്നതാണ്. പക്ഷേ മറ്റ് വിദേശ രാജ്യങ്ങളിൽ, ഇപ്പോൾ അമേരിക്കയിൽ, അവിടെ ബ്രോഡ്വേ തിയേറ്റർ ആയിരുന്നാലും ഓഫ് ബ്രോഡ്വേ എന്നൊക്കെ പറയുന്നിടത്ത് കൊമേഴ്ഷ്യലായിട്ടുള്ള നാടകങ്ങൾക്കൊരു വേദി, അല്പം സെമി കൊമേഴ്ഷ്യലായിട്ട് അല്ലെങ്കിൽ ക്ലാസിക്കലുകളായിട്ടുള്ള നാടകങ്ങൾക്ക് ഒക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള വേദികളും നിരവധി പരീക്ഷണങ്ങൾ നടത്തുന്ന ഓഫ് ബ്രോഡ്വേ എന്ന് പറയുന്ന ഈ അമേരിക്കയിലെ തിയേറ്റർ, ഇതൊക്കെ വലിയ രീതിയിൽ ലോക നാടക വേദിയിൽ വലിയ മാറ്റങ്ങളും മുന്നേറ്റങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാടകത്തെ നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ പോലും പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. അത് തീർച്ചയായും പൊതുസമൂഹം അതൊരു വലിയ ഉത്തരവാദിത്വം ആ കാര്യത്തിൽ ഏറ്റെടുക്കേണ്ടതുണ്ട് നാടകത്തിൻ്റെ കാര്യത്തിൽ. ഒപ്പം ഗവൺമെൻറ്റുകൾക്ക് വലിയ ഒരു ഉത്തരവാദിത്വം ഈ ഒരു കലാരൂപം, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു സാമൂഹ്യ മുന്നേറ്റത്തിന്, ഇപ്പോൾ സിനിമയെക്കുറിച്ച് മഹാനായ ലെനിൻ പറഞ്ഞിട്ടുണ്ട്, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മഹത്തായ കല എന്ന് പറഞ്ഞത് ആ സിനിമ എന്ന കലാരൂപത്തിന് ഒരു സമൂഹത്തെ ഏതൊക്കെ രീതിയിൽ പരിവർത്തനപ്പെടുത്താൻ പറ്റും, അതൊരു സാമൂഹ്യ വിപ്ലവത്തിന് എങ്ങനെയൊക്കെ രൂപപ്പെടുത്താൻ പറ്റും, ഒരു പുരോഗമനപരമായ സമൂഹത്തെ എങ്ങനെ രൂപാന്തരപ്പെടുത്തി എടുക്കാൻ പറ്റുമെന്നൊക്കെയുള്ള സിനിമയുടെ അപാരമായ അത്തരം സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ലെനിൻ അങ്ങനെ പറഞ്ഞത്. നാടകത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അതുപോലൊരു പ്രസ്താവനയ്ക്ക് തീർച്ചയായും എല്ലാ അർത്ഥത്തിലും യോഗ്യമാണ് നാടകം. ഏറ്റവും മികച്ച ഒരു കല, എല്ലാ അർത്ഥത്തിലും ഒരു സാമൂഹ്യ പുരോഗതിക്കും ഒരു മനുഷ്യ മുന്നേറ്റത്തിനും നമ്മുടെ സംസ്കാരത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഒരു ഈടുവയ്പായി നമുക്ക് കാണാവുന്ന ഒരു കലാരൂപമാണ്. പക്ഷെ അത് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് ഇങ്ങനെ പലപ്പോഴും വേദികൾ കിട്ടാതെ പോകുന്നു. ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ജീവിതം തന്നെ ഒട്ടും സുരക്ഷിതത്വമില്ലാതെ പോകുന്ന ഒരു സാമൂഹ്യ അവസ്ഥ ഉണ്ട്. അതിനൊരു മാറ്റം വരാൻ അത് സമൂഹത്തിനും ആ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. നമ്മളെല്ലാം ഗവൺമെൻറ്റിൻ്റെ മാത്രം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിലും അർത്ഥമില്ല. നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ 1-2 നാടകങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഈ അടുത്ത കാലത്താണ് ഈ ദീപൻ്റെ നാടകം കണ്ടത്, ദീപൻ ശിവരാമൻ്റെ നാടകം, ആ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്നത്. ഞാനത് തിരുവനന്തപുരത്തുണ്ടായിരുന്നപ്പോൾ ആദ്യത്തെ ദിവസം എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. രണ്ടാമത്തെ ദിവസം അത് വളരെ കഷ്ടപ്പെട്ട് നിന്ന് ആണ് ആ പ്രൊഡക്ഷൻ എനിക്ക് കാണാൻ പറ്റുക. അപ്പോൾ ടിക്കറ്റ് എടുത്ത് കാണുന്ന ഒരു ശീലം, അങ്ങനെയുള്ള ചില നാടകങ്ങൾ ഉണ്ടാവുക എന്നുള്ളതും പ്രധാനമാണ്. അപ്പം അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചൊക്കെ ചിലപ്പോൾ ശൈലജ കുറച്ചുകൂടി ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് പറയുമായിരിക്കും. അങ്ങനെയുള്ള വളരെ ഒരുപാട് കാശ് മുടക്കിയുള്ള അത്തരം നാടകങ്ങൾ, അതൊക്കെ അതിൻ്റെ ഒരു പ്രസക്തിയെക്കുറിച്ചൊക്കെ, അത് നാടകത്തെക്കുറിച്ച് കൂടുതൽ, പ്രത്യേകിച്ചും വർത്തമാനകാല നാടകത്തെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി അറിഞ്ഞിട്ടുള്ളവർ സംസാരിക്കേണ്ട വിഷയമാണ്. പക്ഷേ എനിക്കതിനകത്തൊരു ഗുണപരമായ ഒരു കാര്യം തോന്നിയത്, മലയാളത്തിൽ അതൊരു പുതിയ ഒരു ട്രെൻഡിന് തുടക്കമാവുകയാണ്. അത് നമ്മുടെ പ്രേക്ഷകനെ നാടകം കാണേണ്ടത്, വില കൊടുത്ത് കാണേണ്ട ഒന്നാണ്. നമുക്കെപ്പോഴും ഈ വില കൊടുത്ത് കാണുന്നതിന് നമ്മൾ കൂടുതൽ മൂല്യം കൽപ്പിക്കും. നമുക്കൊരു വില കൊടുക്കാൻ നിസ്സാരമായി കിട്ടുന്നതിന് നമ്മൾ അത്ര വില കൽപ്പിക്കാറില്ല എന്നൊരു ഇതുണ്ട്. അത് നാടകത്തിന് ഏത് രീതിയിൽ ഗുണം ചെയ്യും എന്നൊക്കെയുള്ളത് വലിയ ചർച്ചകൾക്കും പഠനങ്ങൾക്കും വിധേയമാകേണ്ടതാണ്. പക്ഷേ അതൊരു ചലനമുണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ ആ ഒരു നാടകത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹം ചെയ്ത നാടകങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. ഈ ഒരു നാടകം ഞാൻ കണ്ടപ്പോൾ അത് തീർച്ചയായിട്ടും നാടകവേദിക്ക് അതൊരു ഉണർവുണ്ടാക്കാൻ അത്തരം ചില പ്രവർത്തനങ്ങൾ, നമ്മൾ ഒന്നുമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെയുള്ള ഒരുപാട് അർത്ഥപൂർണമായ പ്രവർത്തനങ്ങൾ തീർച്ചയായും നാടകവേദിക്ക് ആവശ്യമാണ് എന്നുകൂടി എനിക്ക് അഭിപ്രായമുണ്ട്. അത് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന ഒന്നാണെങ്കിൽ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതുമുണ്ട്. പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒരു വിമർശനമായിട്ട് പറയുന്നതൊക്കെ ഒരു കെട്ടുകാഴ്ച പോലെ, മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു സ്വാഭാവികത ഒട്ടും പ്രതിഫലിക്കാത്ത, മനുഷ്യ അവസ്ഥകളെ പ്രതിഫലിപ്പിക്കാത്ത, മനുഷ്യൻ്റെ കൃത്യമായ ജീവിത സാഹചര്യങ്ങളെയും ജീവിതാവസ്ഥകളെയും ഒന്നും പ്രതിഫലിക്കാത്ത വെറും ഒരു കൃത്രിമ കാഴ്ചകളായി മാറുന്നു എന്ന
ഒരു വിമർശനമൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷേ എന്ത് തന്നെയായിരുന്നാലും ശരി, നാടകവേദിയിൽ നടക്കുന്ന എല്ലാ നൂതനമായ പ്രവണതകളെയും പരീക്ഷണങ്ങളെയും ഒക്കെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാം, അത് കേൾക്കാനും കൂടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഏതൊരു തൊഴിൽ മേഖല പഠിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് കൃത്യമായിട്ട് ആ ജോലി ചെയ്യാൻ നമ്മൾ കേപ്പബിളാകും. അതിനുള്ള സാഹചര്യവും നമുക്കുണ്ട്. MBBS കഴിഞ്ഞ ആളുകൾക്ക് പിന്നെ ഡോക്ടറാവാം, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക് എഞ്ചിനീയർ ആവാം. വേറെ എന്ത് തൊഴിലും പഠിച്ചു കഴിഞ്ഞാൽ അവർക്കതിൽ നിന്ന് വരുമാനവും നേട്ടവും ഒക്കെ ഉണ്ടാകും. പക്ഷേ നാടകത്തിൽ മാത്രം ഈ പറയുന്നത് പോലെ നാടകത്തിൽ പഠിച്ച് പുറത്തിറങ്ങുന്ന ആളുകൾ വായു വിഴുങ്ങി ജീവിച്ചോളും എന്നൊക്കെയാണ് മൊത്തത്തിലുള്ള ഒരു ധാരണ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ നേരത്തെ പ്രേംകുമാർ സാർ ഇപ്പോൾ പറഞ്ഞതിനകത്ത് നിന്നാണ് എനിക്ക് ഒരു സജഷൻ, ഇതിനെന്ത് പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഒരു സജഷൻ തോന്നുന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നല്ല ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ, വേണമെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം വെച്ച് ഇതൊരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തതും എന്നാൽ ഒരാൾ മനസ്സ് വെച്ചാൽ നടക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് കേരളത്തിൽ 14 ജില്ലകളുണ്ട്. ഈ 14 ജില്ലയിലും നാടകാവതരണങ്ങൾ ഒരേ സമയം നടക്കുന്ന ഒരു വർഷം. കാസർഗോഡ് നടക്കുന്ന നാടകങ്ങൾ ഏറ്റവും ചുരുങ്ങിയതൊരു 10 അവതരണങ്ങൾ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു 10 അവതരണങ്ങൾ കാസർഗോഡ്. ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും നാടകം കളിക്കാവുന്ന ഒരു പശ്ചാത്തലം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉള്ള ഏതെങ്കിലും ഇച്ഛാശക്തിയുള്ള ഒരാൾ സർക്കാരിനകത്തുണ്ടെങ്കിൽ തീർച്ചയായും നടത്തിയെടുക്കാൻ പറ്റുന്ന സംഗതിയാണ്. ഇതിന് ഏതെങ്കിലും കാലത്ത് ഒരു ശ്രമം നടക്കുകയും അത് വിജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും കേരളത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള മുന്നേറ്റത്തിന് അത് വലിയ ഒരു പങ്ക് വഹിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ലാതെ ഇപ്പോൾ ദീപൻ ശിവരാമൻ്റെ നാടകം നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് ഇവിടെ എന്ന് പറഞ്ഞല്ലോ. ഈ നാടകം ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം നല്ല നാടകമാണ്, ഞാൻ നാടകം കണ്ടിട്ടുണ്ട്. ഈ നാടകം ഒരു പ്രദേശത്ത് ചെയ്ത് അവിടെ അസ്തമിച്ചു പോവുകയാണ്. ചിലപ്പോൾ ഇപ്പോൾ അവർ ചെയ്യുന്നത് 2-4 കേന്ദ്രങ്ങളിലൊക്കെ ഇത് ടിക്കറ്റ് വെച്ച് ആൾ കൂടുതൽ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇതിൻ്റെ തുടർച്ചകൾ ഉണ്ടാകണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മിഷനറി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചാൽ മാത്രമേ അത് പ്രായോഗിക തലത്തിൽ വരൂ എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഇതേപോലെ ഒറ്റപ്പെട്ട നല്ല ഗംഭീരമായിട്ടുള്ള പ്രൊഡക്ഷൻ ഉണ്ടാവുകയും അതെല്ലാം അന്നേരം തന്നെ മരിച്ചു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സജഷൻ എനിക്ക് തോന്നിയത്. ഞാൻ ഈ പറയുന്നത് പോലെ ടെലിവിഷനിലാണെങ്കിലും സിനിമയിലാണെങ്കിലും മനസ്സ് കിടക്കുന്നത് സത്യത്തിൽ നാടകത്തിലായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആലോചിച്ച് പോകുന്നതാണ്. നാടകം നാട്ടിലുണ്ട്, പക്ഷേ ജനങ്ങൾക്ക് കാണാൻ കിട്ടുന്നില്ല. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ പറഞ്ഞതിൻ്റെ ഒരു സംക്ഷിപ്തം അങ്ങനെയാണ്. നാടകം ചെയ്യാൻ ആളുകളുണ്ട്, നാടകം കാണാൻ ആളുകളുണ്ട്. പക്ഷേ നാടകം ചെയ്യാനുള്ള സാമ്പത്തിക സാഹചര്യം, ഭൗതിക സാഹചര്യം, അതിലിടപെടുന്ന മനുഷ്യന്മാർക്ക് ജീവിക്കാനുള്ള സാഹചര്യം, അത് കാണിക്കാനുള്ള സാഹചര്യം. ഇപ്പം നിങ്ങൾക്ക് നാടകം ഉണ്ടാകുന്നതിനെക്കുറിച്ച് ഉള്ള പലർക്കും നാടകം ഉണ്ടാകുന്നതിൻ്റെ പിന്നിലെ വേദന, അല്ലെങ്കിൽ ഓരോ നാടകങ്ങളും അവതരിപ്പിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന അതിൻ്റെ പിന്നിൽ നമ്മൾ അരങ്ങ് മാത്രമേ കാണുന്നുള്ളൂ. ഒരു നാടകത്തിൻ്റെ പിന്നിൽ മിനിമം ഒരു 1.5 മാസം മുതൽ 5-6 മാസം വരെ ചിലവഴിക്കപ്പെടാറുണ്ട്. അപ്പം അതിന് സമയക്ലിപ്തതയൊന്നുമില്ല. ആളുകൾ അതിന് ഫുൾ ടൈം കൊടുക്കുന്നവരുണ്ട്, ഹാഫ് ഡേ വർക്ക് ചെയ്യുന്നവരുണ്ട്. കേരളത്തിലെ ഒരു നാടക സംഘത്തിലും ഈ 3-4 മാസം റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് ആർക്കും സാലറി ഇല്ല. വരുന്നതിനുള്ള വണ്ടിക്കൂലി പോലും കൊടുക്കാൻ പറ്റില്ല. പലപ്പോഴും പല സംഘങ്ങളിലും ഭക്ഷണം ഈ നാടകം അഭിനയിക്കാൻ താല്പര്യമുള്ളവരായിട്ട് അല്ലേ, അങ്ങനെയല്ലേ, വരുന്നവർ അവരുടെ കയ്യിൽ നിന്നെടുത്തിട്ടാണ് വരുന്നത്. കാരണം ഈ നാടകം പ്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ഫിനാൻഷ്യൽ ഉള്ള ഒരാളില്ല, ഒരു മുതലാളിയില്ല. അങ്ങനെ ചെറിയ രീതിയിലെങ്കിലും ഉള്ളത് കേരളത്തിലെ പ്രൊഫഷണൽ നാടക മേഖലയിലാണ്. ഒരു പണം മുടക്കുന്ന ഒരു വ്യക്തി അതിൻ്റെ പിന്നിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞ് പണം മുടക്കാൻ ഒരാളുണ്ടെങ്കിൽ പോലും റിഹേഴ്സൽ ചെയ്യാൻ സ്പേസ് ഇല്ല. ആരുടെയെങ്കിലും വീടിൻ്റെ ടെറസിൽ റിഹേഴ്സൽ ചെയ്താൽ അയൽവക്കക്കാരെല്ലാം കൂടി ബഹളം ഉണ്ടാക്കും, ഒച്ചയും ബഹളവും എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കും, അവിടെ പൂട്ടിപ്പിക്കും. ഏതെങ്കിലും ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥാപനങ്ങളോ സർക്കാരിൻ്റെ ഇതോ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 100 നൂലാമാലകളാണ്. പിന്നെ എവിടെയെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ പെർ ഡേ 5000-6000 രൂപ എന്ന തരത്തിലാണ് ചെറിയ ഹോളുകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ഉള്ളത്. പണ്ട് സ്കൂളുകൾ ഇത്തരം ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കപ്പെട്ടിരുന്നു.
ഇപ്പോൾ സ്കൂളുകൾ യാതൊരുവിധ സാംസ്കാരിക പ്രവർത്തനത്തിനും കൊടുക്കാൻ പാടില്ല എന്നൊരു ഓർഡറുണ്ട്. അത് പലവിധ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായതാണ്. അപ്പം അങ്ങനെ പൊതുവിടങ്ങളിലൊന്നും നാടകം പ്രാക്ടീസ് ചെയ്യാനോ നാടകം അവതരിപ്പിക്കാനോ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ രണ്ടാളുകളും പറഞ്ഞ ഒരു വലിയ കൺസേൺ, ഇതിന് ഒരു വലിയ അറ്റൻഷൻ. നമുക്ക് നൂറുകണക്കിന് പ്രോജക്റ്റുകളും സ്കീമുകളും ഒക്കെ കാലാകാലങ്ങളിൽ സർക്കാരും സെമി സർക്കാരുകളും അതേപോലെ തന്നെ ഇൻഡിവിജ്വലുകളും ഇപ്പം മനോരമ പോലെയുള്ള പ്രസ്ഥാനം പോലും വിചാരിച്ചാൽ വർഷത്തിൽ 1-2 നാടകം പ്രൊഡ്യൂസ് ചെയ്യാം, കുറേ ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ മനോരമയുടെ വേദിയിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട്. ഇപ്പോൾ നമ്മളിവിടുന്ന് തൊട്ടപ്പുറത്ത് നമ്മുടെ ബോർഡറിൽ കിടക്കുന്ന ഒരു സ്റ്റേറ്റാണ് കർണാടക സ്റ്റേറ്റ്. കർണാടക സ്റ്റേറ്റിൽ സർക്കാരിൻ്റെ അണ്ടറിൽ 6 റെപ്പട്രികളുണ്ട്. ആ റെപ്പട്രികളുടെ പേര് നീനാസം റെപ്പട്രി എന്നാണ്. റെപ്പട്രി എന്ന് പറഞ്ഞാൽ 1 വർഷം മുതൽ 6 വർഷം അല്ലെ 5 വർഷം വരെയുള്ള കാലാവധികളിൽ ആർട്ടിസ്റ്റുകളെ പെർമനൻ്റായിട്ട് നിയോഗിക്കുന്നു. ആ സമയങ്ങളിൽ അവർക്ക് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും, മന്ത്ലി സർക്കാർ നിശ്ചയിക്കുന്ന വലിയ തരത്തിലുള്ള പേയ്മെൻറ്റുകൾ ഉണ്ടായിരിക്കും, ഓരോ പ്രൊഡക്ഷനും പ്രത്യേകം സാലറി ഉണ്ടായിരിക്കും. 6 വർഷത്തേക്കോ 5 വർഷത്തേക്കോ അവർ സെക്യൂറാണ്. പിന്നീട് അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ സ്ഥിരമായി നാടകങ്ങളുണ്ട്. ഒരേ സമയം ആ നാടക കമ്പനിയിൽ 5-6 നാടകങ്ങൾ ലൈവായിട്ടുണ്ടായിരിക്കും. എ ടീം, ബി ടീം, സി ടീം എന്ന് പറഞ്ഞിട്ട് 3-4 ടീമുകൾ നാടകങ്ങൾ നിത്യേന കർണാടകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന. മോഡൽ പഠിക്കാനാണെങ്കിൽ നമ്മളിപ്പോൾ പല കാര്യങ്ങളെപ്പറ്റി മോഡൽ പഠിക്കാൻ വിദേശത്തേക്ക് പോകാറുണ്ട്, വിദ്യാഭ്യാസത്തെ പറ്റിയൊക്കെ. അപ്പം നാടകത്തെ ഗൗരവമായി എടുക്കുകയാണെങ്കിൽ റെപ്പട്രി കമ്പനികൾ എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്, അതിലെങ്ങനെയാണ് ആർട്ടിസ്റ്റുകളെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്, അവരെങ്ങനെയാണ് സ്ഥിരമായി നാടകം കളിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ പ്രശ്നത്തിന് പരിഹാരം ഞാൻ ഇവർ രണ്ടുപേരുടെയും കൂടെ അഭിപ്രായം ക്രോഡീകരിച്ചുള്ളൊരു ഇതാണ്. നമ്മളെ എല്ലാവരുടെയും ഒരു ചിരകാല സ്വപ്നമാണ്. നിങ്ങൾ മഹാരാഷ്ട്രയിൽ പോയാൽ നിങ്ങൾക്ക് പകൽ 12 മണിക്കും നാടകം കാണാൻ പറ്റും. കാരണം അവിടെ ടിക്കറ്റ് എടുത്ത് നാടകം കാണാനുള്ള തിയേറ്ററുകളുണ്ട്, സിനിമ പോലെ തന്നെ. മറാഠി നാടകങ്ങൾ ദിവസം 2 ഷോ 3 ഷോ വെച്ച് ടിക്കറ്റ് എടുത്ത് നാടകം കാണാൻ പറ്റും. കേരളത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു നാടകശാല, ഇപ്പം എറണാകുളത്ത് വരുന്ന വിദേശികളായിട്ടുള്ളവർക്ക് മലയാളം നാടകത്തിൻ്റെ ഫ്ലേവർ അനുഭവിക്കണമെങ്കിൽ എവിടെ നിന്നാണ് നമ്മളൊരു നാടകം കാണിക്കുക? ഇപ്പോൾ ഇൻ്റർ കൾച്ചറൽ എക്സ്ചേഞ്ചുകളൊക്കെ വലിയ രീതിയിൽ നടക്കുന്നതാണ്. ഇവിടെ നടക്കുന്ന നാടകം അവിഞ്ഞോണിൽ പ്രദർശിപ്പിക്കുന്നു, അമേരിക്കയിലെ ഫെസ്റ്റിവലുകളിൽ ലോകമെമ്പാടും സഞ്ചരിക്കുന്നുണ്ട് ആർട്ട് വർക്കുകൾ. പക്ഷേ കൊച്ചിയിൽ വരുന്ന ഒരു വിദേശിക്ക് അല്ലെങ്കിൽ ഒരു മലയാളി അല്ലാത്ത ഒരാൾക്ക് ഒരു മലയാള നാടകം കാണാനുള്ള അവസരം എങ്ങനെയാണ് അവർ കേരളത്തിൻ്റെ നാടകം എന്താണെന്ന് അറിയുക? അപ്പോൾ നമുക്ക് കൊച്ചി പോലെയുള്ള മെട്രോകളിൽ, ട്രിവാൻഡ്രം പോലെയുള്ള തലസ്ഥാന നഗരത്തെ മോഡലുകളായിട്ടെങ്കിലും നമുക്ക് സ്ഥിരം തിയേറ്ററുകൾ ഉണ്ടാവുക. നമ്മുടെ സർക്കാർ നിരവധി ഓഡിറ്റോറിയങ്ങൾ പണിയുന്നുണ്ട് ജില്ലാ ആസ്ഥാനത്തും അങ്ങനെയൊക്കെ. പക്ഷെ അതൊന്നും നാടകം കളിക്കാൻ കൊള്ളാവുന്നവയല്ല. അവിടെയൊന്നും എക്കോ സിസ്റ്റം പരിശോധിച്ചിട്ടില്ല, ലൈറ്റിനുള്ള സംവിധാനങ്ങളില്ല, സ്ഥിരം സൗണ്ട് സിസ്റ്റങ്ങളില്ല. ഇനി അതുണ്ടെങ്കിൽ തന്നെ നാടകം കളിക്കാൻ പറ്റുന്ന തരത്തിലല്ല. നാടകത്തിൻ്റേതായ ചില ആവശ്യകതകളുണ്ട്. അപ്പം നാടകത്തിൻ്റേതായിട്ടുള്ള എക്സ്പേർട്ടുകളുണ്ട്, ആർക്കിടെക്ചറുകളുണ്ട്, സൗണ്ട് ടെക്നോളജിസ്റ്റുകളുണ്ട്, ലൈറ്റ് ടെക്നോളജിസ്റ്റുകളുണ്ട്. ഇവരുടെ എല്ലാം കൂട്ടായ പ്രവർത്തനത്തിലുണ്ടാകുന്ന ഓഡിറ്റോറിയത്തിലാണ് നാടകം പെർഫെക്റ്റായിട്ട് കളിക്കാൻ പറ്റുക. അപ്പോൾ 2-3 കാര്യങ്ങളാണ്. ഇത് സർക്കാർ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒക്കെ സ്ഥാപനങ്ങൾ. ഇപ്പോൾ കേരളത്തിലെ സിനിമയുണ്ടായതിൻ്റെ ചരിത്രം അങ്ങനെയല്ലേ? നല്ല സിനിമകൾ ഉണ്ടായത് വ്യക്തികളാണ് അല്ലേ? അടൂർ സാറിൻ്റെയും അരവിന്ദൻ സാറിൻ്റെയും ഒക്കെ സിനിമകൾ വന്നത് വ്യക്തികളുടെ പ്രമോഷനോടുകൂടിയാണ്. അവർ പ്രൊഡ്യൂസറായിട്ട് മുന്നോട്ട് വന്നപ്പോഴാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നാടകത്തെയും ഏറ്റെടുക്കാൻ, അല്ലെ നാടകത്തിനൊരു കൈത്താങ്ങ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ സ്ഥാപനങ്ങൾ, വ്യക്തികൾ, സർക്കാരുകൾ, ഇങ്ങനെ 3 തലത്തിൽ ഇതിൻ്റെ ഒരു കൊളാബറേഷനോ ഒരു കോഹാബിറ്റേഷനോ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നാടകത്തിന് ഇന്നുള്ള അവസ്ഥയ്ക്ക് ഒരു പരിധി വരെ മാറ്റമുണ്ടാകാൻ കഴിയും. നമ്മുടെ ചെറിയ തലമുറയ്ക്ക് നാടകം കാണാൻ കഴിയും. അടുത്ത ഒരു ചെറിയ റൗണ്ടും കൂടി, ചെറിയ പെട്ടെന്നാണ് 11:40 അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുക. ഞങ്ങളെപ്പോലെയുള്ളവരെ വിളിച്ചിട്ട് ഇത്രയും വലിയൊരു വിഷയത്തിൽ ഇങ്ങനെ ക്യാപ്സൂളായി സംസാരിക്കണമെന്ന് പറയുന്നത് പോലെ തന്നെ ഭയങ്കര പെയിൻഫുള്ളാണ്. മറ്റൊന്ന്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നാടകത്തെക്കുറിച്ച് വലിയ അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ പ്രൊഫഷണൽ നാടകമുണ്ട്, അമേച്വർ നാടകം എന്ന് പറയപ്പെടുന്ന, ഞങ്ങളൊക്കെ വിരോധിക്കുന്ന ഒന്നാണ്. നാടകം അമേച്വറല്ല, നാടകം എപ്പോഴും പ്രൊഫഷണലാണ്. ഈ പറഞ്ഞ പോലെ MAയും MPhilലും പോസ്റ്റ് PhD ഒക്കെ പഠിച്ചു വരുന്ന ആളുകൾ ചെയ്യുന്ന നാടകത്തെയും അമേച്വർ എന്ന വാചകം കൊണ്ടാണ് ദ്യോതിപ്പിക്കുന്നത്. ഗൗരവ നാടകം എന്നാണ് ഞങ്ങളതിനെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫുൾ ടൈം നാടകം മാത്രം പ്രൊഫഷനായിട്ടുള്ള ആളുകൾ ഒക്കെ നാടകരംഗത്ത് സജീവമാണ്, അവർ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ 2-3 വേദികൾ കൊണ്ട് അവസാനിച്ചു പോകുന്നുണ്ട്.
ചില നാടകങ്ങളെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, ചിലർക്ക് മനസ്സിലാവുന്നില്ല എന്ന പ്രശ്നമുണ്ട്, ചിലർ ഇത് സ്റ്റാൻഡേർഡ് അവരുടെ സ്റ്റാൻഡേർഡ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒരു ക്വിക്ക് റൗണ്ടാണ്. കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നാടകങ്ങൾ ഇപ്പോൾ മുമ്പേ സൂചിപ്പിച്ചായിരുന്നു. ഇപ്പോൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഇപ്പോൾ ലാർജർ ദാൻ ലൈഫ്, സാധാരണ നാടകം എന്ന് നമ്മൾ വിവക്ഷിക്കുന്ന ആ ഒരു ചിത്രത്തിനപ്പുറത്തേക്ക് വളരെ ഹ്യൂജ് ആയിട്ടുള്ള സെറ്റും വളരെ എന്താ പറയുക ഗാലറി സംവിധാനത്തോട് കൂടിയതും വലിയ തരത്തിൽ ലൈറ്റ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള 10-30 ലക്ഷം രൂപ അല്ലെങ്കിൽ 15 ലക്ഷം 10 ലക്ഷം രൂപയൊക്കെ മുടക്കി ചെയ്യുന്ന നാടകങ്ങൾ ഒരു വശത്തുണ്ട്. മറ്റൊരു തരത്തിൽ കല അന്വേഷിക്കുന്ന മിനിമം കാര്യങ്ങൾ വെച്ചിട്ട് ആക്ടേഴ്സിനെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആക്ടർ ഓറിയൻ്റ് ആയിട്ടുള്ള നാടകങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള നാടകങ്ങളുണ്ട്. നാടകങ്ങൾ ആളുകളുമായിട്ട് സമ്മതിക്കുന്നതാണെങ്കിൽ, അതിൻ്റെ ലാംഗ്വേജ് എന്തുമാകട്ടെ, സമ്മതിക്കുന്നതാണെങ്കിൽ അത് ആളുകൾ ഏറ്റെടുക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ്. എല്ലാത്തരം നാടകങ്ങളും സ്വീകരിക്കപ്പെടുന്നുണ്ട്, അതിനുള്ള ഓഡിയൻസുമുണ്ട്. നാടകം എങ്ങനെയുള്ളതായാലാണ് ഞാൻ നിങ്ങളോട് രണ്ടുപേരോടാണ്, നാടകം ഇത് ഓഡിയൻസിനോടും കൂടിയുള്ള നിങ്ങളുടെ ചോയ്സും കൂടിയാണ്. നാടകം എങ്ങനെയുള്ളതായാലാണ് പെട്ടെന്ന് സ്വീകരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നാടകം എങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം, എന്തിനൊക്കെ ആയിരിക്കണം നാടകം ചെയ്യുന്ന സമയത്ത് ഒരു വ്യൂവർ എന്നുള്ള തരത്തിലും ഉത്തരം പറയാം. ഇവിടെ നമ്മളിപ്പോൾ ഈ നാടകത്തിൻ്റെ പല പല വിഭാഗങ്ങളെ കുറിച്ച്, ഇപ്പോൾ പ്രൊഫഷണൽ നാടകം എന്ന് പറഞ്ഞു, അതാണ് ഒരു യഥാർത്ഥ ഒരു നാടകത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ള നല്ല ഡെഫിനിഷൻ. എല്ലാ നാടകങ്ങളും പ്രൊഫഷണൽ ശരിയായ അർത്ഥത്തിലായിരിക്കണം. ഇവിടെ നമ്മൾ ചിലപ്പോൾ അമച്വർ നാടകങ്ങളെ കുറിച്ച് പറയാറുണ്ട്, ക്യാമ്പസ് തിയേറ്ററിനെ കുറിച്ച് പറയാറുണ്ട്, സ്കൂൾ നാടകങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ശരി, നാടകം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവിടെ ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് പുതിയ പുതിയ ചിന്തകളുമൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയ ഒരു വേദിയാണ് നാടകം എന്ന് പറയുന്ന ആ രീതിയിലാണ്. ഇപ്പം ഞാൻ ചിലപ്പോൾ സ്കൂൾ നാടകങ്ങൾ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നതാണ്. അടുത്ത കാലത്ത് സ്കൂൾ നാടകങ്ങളിൽ വിധികർത്താവായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നതാണ്, നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഗംഭീരങ്ങളായ ചില പ്രൊഡക്ഷൻസ് ഈ സ്കൂൾ വലിയ വലിയ ചിന്തകളും ആശയങ്ങളും ഒക്കെ വിസ്ഫോടനം ചെയ്യുന്ന അങ്ങനെയുള്ള വലിയ വലിയ കുട്ടികൾ അവതരിപ്പിക്കുന്ന നാടകം. പക്ഷേ അതിലൂടെയൊക്കെ വരുന്ന അത്തരം ചില നാടകവേദിക്ക്, നമ്മുടെ മൊത്തത്തിലുള്ള നാടകവേദിക്ക് ഉണർവ് പകരാൻ പാകത്തിലുള്ള വലിയ വലിയ ചിന്തകളും ആശയങ്ങളും ഒക്കെ സ്കൂൾ നാടകങ്ങളിൽ നിന്ന് വരുന്നു. ഒപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു ആശങ്ക കൂടിയുണ്ട്. അവിടെ ഈ വർഗീയതയുടെയും അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഒക്കെ ഒരു കടന്നുകയറ്റം, നമ്മൾ ഈ ഫാസിസം എന്നൊക്കെ പറയുന്നതിൻ്റെ മറ്റൊരു തലത്തിൽ സ്കൂൾ നാടകവേദിയിൽ അതിൻ്റെയൊക്കെ ഒരു ലാഞ്ചന, അതും ആശങ്കാജനകമാണ്. ഇങ്ങനെ പല പല വിലയിരുത്തലുകളുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ശരി, അത്തരം ഇടങ്ങളിലും സ്കൂൾ നാടകങ്ങളിലും അതുപോലെ ക്യാമ്പസ് തിയേറ്ററുകളിലും ഒക്കെ വലിയ വലിയ ചലനങ്ങൾ നാടകത്തിൽ സംഭവിക്കുന്നുണ്ട്. അതും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പ്രൊഫഷണൽ നാടകങ്ങളെക്കുറിച്ച് മാത്രമല്ല, നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ സമഗ്രമായി ഇതെല്ലാം പരീക്ഷണ നാടകങ്ങൾ എല്ലാം നമ്മൾ അതിനെക്കുറിച്ച് സമഗ്രമായി വിലയിരുത്തുമ്പോഴാണ് നാടകത്തിൻ്റെ ഒരു പൂർണ്ണതയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. ഇവിടെ പലപ്പോഴും നമുക്ക് ഈ നമ്മുടെ നാടകത്തെ നമ്മൾ താരതമ്യം ചെയ്യുന്നത് പലപ്പോഴും സിനിമയുമായിട്ട് ബന്ധപ്പെട്ടാണ്. തീർച്ചയായും സിനിമയുമായി കുറച്ചൊക്കെ അടുത്ത് നിൽക്കുന്ന ഒന്ന് ആണ് എന്ന നാടകം എന്നുള്ളൊരു ധാരണയിലാകാം. പക്ഷേ സിനിമയ്ക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യം ഇന്നിപ്പോൾ സമൂഹമോ മാധ്യമങ്ങളോ, പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെ വലിയ തമസ്കരണം ഈ നാടകവേദിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. മുൻപൊക്കെ നല്ല നാടക നിരൂപണങ്ങൾ പത്രമാധ്യമങ്ങളിലൊക്കെ ഒരു സ്ഥിരം ഒരു കാഴ്ചയായിരുന്നു. നാടകത്തെ സംബന്ധിച്ച വാർത്തകൾ നമുക്ക് ഇന്നിപ്പോൾ പത്രമാധ്യമങ്ങളിലൊന്നും അങ്ങനെ അധികം കാണാറില്ല. അതേസമയം സിനിമയ്ക്ക് കിട്ടുന്ന ഒരു വലിയ പ്രാധാന്യമുണ്ട്. നാടകത്തെ വളരെ ലാഘവത്തോടെ കാണുന്ന ഒരു സമീപനം മാധ്യമങ്ങളുടെ ഭാഗത്തും. മാധ്യമങ്ങളാണല്ലോ നാടകത്തിൻ്റെയൊക്കെ ഒരു ഔന്നത്യവും അതിൻ്റെ മഹത്വവും അതിൻ്റെ ഒരു ശ്രേഷ്ഠതയും ഒക്കെ ഈ സമൂഹത്തിൽ എത്തിക്കേണ്ട ഒരു ദൗത്യം അത് മാധ്യമങ്ങൾക്കുണ്ട്. പക്ഷേ ആ ഒരു മാധ്യമധർമ്മം പലപ്പോഴും നിർവഹിക്കപ്പെടുന്നുണ്ടോ നാടകത്തിൻ്റെ കാര്യത്തിൽ എന്ന് സംശയമുണ്ട്. ഒപ്പം നാടകത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ പ്രൊഫഷണൽ നാടകങ്ങൾ നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഇതിനെയൊക്കെ വിലയിരുത്തുമ്പോൾ തന്നെ അക്കാഡമിക്കായിട്ട് നാടകം, ഇപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയെക്കുറിച്ച് പറഞ്ഞു, നമ്മളൊക്കെ അവിടെ നിന്ന് പരിശീലനം നേടി വന്ന ആൾക്കാർ. പക്ഷേ ഈ പരിശീലനം നേടിയത് കൊണ്ട് മാത്രം നല്ല നാടകങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ പരിശീലനം നേടിയവരുടെ ഈ മേഖലയിലുള്ള സംഭാവനകൾ എന്താണ് എന്നൊക്കെയുള്ള ചർച്ചകൾ ഉണ്ടാവേണ്ടത്. ഈ വേദിയിൽ തന്നെ ഇപ്പോൾ നമ്മളെല്ലാം ഈ ഡ്രാമ സ്കൂളിൻ്റെ പ്രോഡക്റ്റുകളാണ്. ഇപ്പം ശൈലജയും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയെന്ന് പാസ്സായി വന്നവരാണ്. ഇവിടെ ഇപ്പോൾ യഥാർത്ഥ നാടകം ചെയ്യുന്നവരുടെ ഒരു പ്രാതിനിധ്യം കൂടി ഈ വേദിയിൽ ഉണ്ടാകണമായിരുന്നു എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. ഇപ്പോൾ പ്രൊഫഷണൽ നാടകമായിരുന്നാലും അത് കൊമേഴ്ഷ്യലായിരുന്നാലും കൊമേഴ്ഷ്യൽ നാടകം അതുമൊക്കെ ഒരു നാടകത്തിൻ്റെ ഒരു വിഭാഗീയതയിൽ അതും വരുന്നതാണ്. ഈ കച്ചവട നാടകം,
എന്ന് പറയുന്ന ഒന്ന്. പ്രൊഫഷണൽ നാടകം എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും അതിനകത്ത് പരീക്ഷണപരമായിട്ടുള്ള വ്യഗ്രത ഉണ്ടാകും, ഒപ്പം സാമ്പത്തികമായി ഇതെല്ലാം ചേർന്ന് വളരെ പ്രൊഫഷണലിസത്തോടു കൂടി അവതരിപ്പിക്കപ്പെടുന്ന നാടകത്തെയാണ് നമ്മൾ പ്രൊഫഷണൽ നാടകം എന്ന് പറയുന്നത്. പക്ഷേ വെറും കച്ചവട താല്പര്യം മാത്രം മുൻനിർത്തി വരുന്ന കുറേ നാടകങ്ങളുണ്ട്. അപ്പോൾ എന്തു തന്നെയായിരുന്നാലും നാടകത്തിൻ്റെ ഒരു പൊതുവായ ഒരു സ്വീകാര്യത എങ്ങനെ ആയിരിക്കണമെന്നാണ് ചോദ്യം. നാടകം എന്തു തന്നെ ആയിക്കോട്ടെ, നാടകത്തിന് ഒരു നല്ല നാടകത്തിൻ്റെ ഒരു നിർവചനം എന്ന് പറയുമ്പോൾ അതിനൊരു ജനങ്ങൾക്കൊരു സ്വീകാര്യത, അത് പ്രമേയത്തിൻ്റെ കാര്യത്തിൽ, ആവിഷ്കരണത്തിൻ്റെ കാര്യത്തിൽ, അഭിനയത്തിൻ്റെ കാര്യത്തിലൊക്കെ ആ പ്രേക്ഷകനൊരു സ്വീകാര്യത ഉണ്ടാകണം. പ്രേക്ഷകന് അതൊരു അനുഭവമായി മാറണം, അത് ഏറ്റവും ഹൃദ്യമായി തോന്നണം. ഇങ്ങനെ നാടകത്തിന് എന്തൊക്കെ പരീക്ഷണങ്ങൾ എവിടെയൊക്കെ ഏതൊക്കെ മേഖലയിൽ നടക്കുന്നു എങ്കിലും ആത്യന്തികമായി നാടകമെന്ന് പറയുന്നത് അത് വലിയ ആർഭാടങ്ങളോ വലിയ വർണ്ണപ്പൊലിമയോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ, ഇപ്പോൾ എൻ പിള്ള സാർ പറഞ്ഞൊരു നിർവചനം, നിൽക്കാനൊരു തറ, പിന്നിലൊരു മറ, എൻ്റെ ഉള്ളിൽ നാടകം, എൻ്റെ മുമ്പിൽ നിങ്ങളും എന്ന് പറയുന്ന ഒരു നിർവചനമുണ്ട്. അവിടെ നടനും പ്രേക്ഷകനും തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരുപക്ഷെ ഒരു നാടകകൃത്ത് പോലുമില്ലാതെ, നാടകകൃതി പോലുമില്ലാതെ നാടകം സാധ്യമാണ് എന്ന് പറയുമ്പോൾ ഒരു മികച്ച നടന് ഒരു ആശയം കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു സ്പാർക്ക് കിട്ടിയാൽ, ഒരു രംഗവേദിയിൽ നിന്ന് ഇങ്ങനെ മനോധർമാഭിനയത്തിലൂടെ നാടകം സൃഷ്ടിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരം മികച്ച നടന്മാരെ നാടകവേദിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഒറ്റയ്ക്ക് നിന്നോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കഥാപാത്രങ്ങളോട് കൂടിയോ ഒരു ചിന്തയിൽ നിന്ന് അവിടെ സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്തുകൊണ്ട് നാടകം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു സ്ക്രിപ്റ്റിൻ്റെ പോലും പിൻബലമില്ലാതെ നാടകം ചെയ്യാൻ പറ്റുന്ന, അത് പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്ന, വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള നാടകങ്ങൾ. അപ്പോൾ നടനും പ്രേക്ഷകനും ആണ് ഏറ്റവും പ്രധാനം. അവിടെ ഇപ്പോൾ പലപ്പോഴും നമ്മളെയൊക്കെ ഒരു വല്ലാതെ ആശങ്കപ്പെടുത്തുന്നതാണ് ഈ നാടകവേദിയിൽ ഉണ്ടാകുന്ന പണക്കൊഴുപ്പിൻ്റെ പണാധിപത്യത്തിൻ്റെ രീതിയിൽ ശരിക്കും അത് വേറൊരു തലത്തിലേക്ക്, സിനിമയോട് മത്സരിക്കുന്ന തരത്തിലേക്ക് നാടകങ്ങൾ മാറുന്നു. അങ്ങനെ ഒരു രംഗമായിട്ട് പലപ്പോഴും നാടകവേദി മാറുമ്പോൾ യഥാർത്ഥ നാടകം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സുകളെ വിമലീകരിക്കാനും മനസ്സുകളെ സംസ്കരിച്ചെടുക്കാനും, ഇപ്പോൾ അരിസ്റ്റോട്ടിലിൻ്റെയൊക്കെ പൊളിറ്റിക്സിൽ നാടകത്തെക്കുറിച്ചുള്ള നിർവചനം തന്നെ ആ രീതിയിൽ മനുഷ്യ മനസ്സുകളെ വിമലീകരിച്ച് സംസ്കരിച്ചെടുത്ത് നല്ല മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന, നന്മയും കാരുണ്യവും സഹജീവി സ്നേഹവുമൊക്കെയുള്ള നന്മയുള്ള മനുഷ്യരെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന നാടകങ്ങൾ. അവിടെ ഈ വലിയ വർണ്ണപ്പൊലിമയുടെയൊന്നും ആവശ്യമില്ല. അവിടെ നാടകമാണ് വേണ്ടത്. അവിടെ നടന്, പ്രേക്ഷകന് അവർ തമ്മിലുള്ള ഒരു ഗീവ് ആൻഡ് ടെക്ക് പ്രോസസ്സ് ഉണ്ട്, ഒരു വികാര വിനിമയമുണ്ട്. ആ രീതിയിൽ അനുഭവമായി മാറുന്ന നാടകങ്ങൾ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ തീർച്ചയായും നാടകവേദിക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സമയാലോ, ഏത് തരത്തിലുള്ള നാടകങ്ങളാണ് ഇഷ്ടമാവുക എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയൊന്നുമില്ല, ഏത് തരത്തിലും നമുക്ക് നാടകങ്ങൾ ചെയ്യാം. നമ്മൾ എന്താണോ ചെയ്യുന്നത്, ആ ചെയ്യുന്നത് മുമ്പിലിരിക്കുന്ന പ്രേക്ഷകന് കൃത്യമായിട്ട് മനസ്സിലാവുകയും അയാൾക്ക് കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യണം എന്നേ ഉള്ളൂ. ഇപ്പോൾ കെട്ടുകാഴ്ചയുടെ കാര്യം ഒക്കെ പറഞ്ഞു. ചില നാടകങ്ങൾ അങ്ങനെയും വേണ്ടി വന്നേക്കാം. കാര്യം ടെക്നോളജിയും ഇതൊക്കെ വലിയ രീതിയിൽ വ്യാപിച്ചു വരുന്ന ഈ കാലത്ത് നമ്മൾ പഴയ രീതിയിൽ തന്നെ നാടകം തുടരണമെന്ന് ശഠിക്കുന്നതിനോടും കാര്യമില്ല. പക്ഷേ എന്ത് ചെയ്താലും സ്റ്റേജിൽ അഭിനയിക്കുന്ന നടൻ്റെ നാടകത്തിൻ്റെ കാര്യം എന്നുള്ളത് പുറത്തിരിക്കുന്ന പ്രേക്ഷകന് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രം ആ നാടകം ആ പ്രേക്ഷകന് ഇഷ്ടപ്പെടും, ഇല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയില്ല. അതിൽ കവിഞ്ഞ് ഈ നാടകത്തിന് വേറെ നമുക്ക് ഇന്ന രീതിയിലാവാം എന്നുള്ള യാതൊരു തരത്തിലുള്ള നിർവചനങ്ങൾക്കും അതിനകത്ത് അടിസ്ഥാനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വളരെ ചെറിയ നമ്മുടെ ശർമ്മയും അമലും ഒക്കെ ചേർന്ന് ചെയ്യുന്ന നാടകങ്ങളുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള നാടകങ്ങളാണ്. അത് പോയിട്ട് കാണുന്നുണ്ട്. അവരൊക്കെ അങ്ങനെയും കളിക്കും. ഇനി അതല്ലാത്ത രീതിയിൽ ദീപൻ ശിവരാമനെ പോലെയുള്ള ആളുകൾ കുറേയും കൂടിയും ഇതായിട്ട് ചെയ്യുന്ന നാടകങ്ങളുണ്ട്. നമുക്കതും കാണാം, അതും നല്ലതാണ്. അപ്പോൾ നാടകങ്ങൾ ഗംഭീരമായിട്ടുണ്ടാവട്ടെ, എല്ലാവർക്കും നല്ല നാടകങ്ങൾ കാണാനുള്ള സാധ്യതകൾ കേരളത്തിലുണ്ടാകട്ടെ എന്നുള്ളത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ നാടകക്കാരൻ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്, നാടകക്കാരന് കൃത്യമായിട്ടുള്ള ഒരു വേതനം കിട്ടുന്ന കാലത്ത് നാടകം കളിക്കാനാണ് സത്യത്തിൽ നാടകക്കാർക്ക് താല്പര്യം. ഇല്ലെങ്കിൽ ഇതുപോലെ ഇത്രയും സഹനം സഹിക്കാനൊന്നും നാടകക്കാർ തയ്യാറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി തുടർന്ന് വരുന്ന കാലത്ത്, കാരണം കാലം ഇനിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ സഹിച്ച് തന്നെ പിന്നെ വേറെ ഒരു ആംഗിളും കൂടി അതിനകത്തുണ്ട്. അതായത് ഇങ്ങനെ പട്ടിണിയും പരിവട്ടമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ശരിയായ കല പുറത്തേക്ക് വരൂ, ഇല്ലെങ്കിൽ സൗകര്യം കൂടി പോയാൽ കല വരില്ല. അങ്ങനെ ഒരു രീതിയുണ്ട്. അങ്ങനെയുള്ളവർ അങ്ങനെ പൊക്കോട്ടെ, അതിന് തർക്കമൊന്നുമില്ല, അതിൽ നമ്മൾ എതിര് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള സൗകര്യങ്ങളും കൂടെ ചെയ്തു കൊടുത്താൽ നാടകരംഗം കുറേ കൂടെ നല്ല രീതിയിലേക്ക് ഉയർന്നു വരും. എനിക്കും നാടകം കളിക്കാം, എല്ലാവർക്കും നാടകം കളിക്കാം.
മണികണ്ഠൻ ഇപ്പോൾ പറഞ്ഞ് നിർത്തിയ സ്ഥലത്തുനിന്ന് പറയാം, അങ്ങനെ ഒരു നാടകക്കാരും ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ പട്ടിണി കിടന്നിട്ട് നാടകം ചെയ്തോളാമെന്ന്. ഇതൊരു വളണ്ടിയർലി കുറേ ആളുകൾ, ഇവിടെ പഠിച്ചവരുടെ കാര്യം പറഞ്ഞു, പഠിക്കാത്തവർ, ഒരു ആയിരക്കണക്കായ മനുഷ്യന്മാർ ഈ നാടകത്തിന് വേണ്ടി 24 മണിക്കൂറും ചിന്തിക്കുകയും ജീവിക്കുകയും, നാടകത്തിൽ തന്നെ ചിന്തിക്കുന്നു, നാടകത്തിൽ തന്നെ ജീവിക്കുന്നു, നാടകത്തിന് വേണ്ടി ഉണരുന്നു, ഉറങ്ങുന്നു. അങ്ങനെ ആയിരക്കണക്ക് മനുഷ്യന്മാർ, ആണും പെണ്ണും കുഞ്ഞും കുട്ടിയുമായി കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പമ്മി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വോയിസ് ഇല്ല. ഈ പറഞ്ഞ പോലെ ശമ്പളം കിട്ടിയാലേ അല്ലെങ്കിൽ നാടകത്തിന് പ്രതിഫലം കിട്ടിയാലേ ഞങ്ങൾ അഭിനയിക്കൂ അല്ലെങ്കിൽ സംവിധാനം ചെയ്യൂ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ നിന്ന് അടർന്നു പോകുന്നത് വലിയൊരു ഭാഗമായിരിക്കും. ഇവിടെ മിണ്ടുന്ന മനുഷ്യന്മാർ മൗനമായി പോകുന്നതിൻ്റെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കും. അങ്ങനെ കുറേ മനുഷ്യന്മാർ അവരുടെ ജീവൻ മാറ്റിവെച്ചുകൊണ്ട് നാടക മേഖലയിൽ ഇടപെടുന്നില്ലെങ്കിൽ, ഇപ്പോൾ ശ്രീ പ്രേംകുമാർ പറഞ്ഞ സ്കൂളിലെ നാടകം, എന്തുകൊണ്ടാണ് ഒരു കൊല്ലത്തിൽ 10, 3500, 4000-ഓളം സ്കൂൾ നാടകങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഈ നാടകങ്ങളിലെ ഒന്നും കുഞ്ഞുമക്കൾ പിന്നീട് നാടക മേഖലയിലോ അഭിനയത്തിലോ സംവിധാനത്തിലേക്കോ ഒരാൾ പോലും വരുന്നില്ല. വളരെ അപൂർവമാണ്. ഒരു കൊല്ലത്തിൽ 10 കൊല്ലം കൂടുമ്പോൾ ഒരു 5 or 10 കുഞ്ഞുമക്കൾ അങ്ങനെ സ്കൂളിൽ പ്രൈസ് കിട്ടിയവരോ സ്കൂളിൽ നാടകം അഭിനയിച്ചവരോ വരുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? ഇതൊരു പ്രോമിസിംഗ് ആയിട്ടുള്ള മേഖലയല്ല. നമ്മൾ നാട്ടിൻപുറത്ത് പറയല്ലേ, ഒന്നീ മാനം വേണം അല്ലെങ്കിൽ പണം വേണം. ഒരു യൂട്യൂബ് ചെയ്താൽ, ഒരു റീല് ചെയ്താൽ വീട്ടിൽ വന്ന് വിളിക്കും ആള്, അല്ലേ? സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ് സീരീസിൽ താല്പര്യമുണ്ടോ? 100 കണക്കിന് വേദികളിൽ ജീവൻ പണയം വെച്ച് പലതരം പഠനങ്ങൾ നടത്തി, മാർഷൽ ആർട്ട് പഠിച്ച്, മ്യൂസിക് പഠിച്ച്, ഡാൻസ് പഠിച്ച്, പലതരം വെസ്റ്റേൺ സംവിധാനങ്ങൾ പഠിച്ച്, എന്താണോ ഒരു നാടകത്തിൻ്റെ ഡിമാൻഡ് അതാത് സമയങ്ങളിൽ അതിന് പോയി പരിശീലനം നേടി നാടകത്തിലേക്ക്, എൻസംബിൾ ആർട്ടാണ് നാടകം, അപ്പോൾ അതിലേക്ക് പരിശീലനം നടത്തി ഇങ്ങനെ ജീവിതം മുഴുവനും പരിശീലിച്ച് നാടകം അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നടൻ, ഒരു നടി കർട്ടൻ വീണ് കഴിഞ്ഞാൽ അവിടെ മരിച്ചു. പിന്നെ അയാൾ ജീവിക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു വേദിയിൽ കർട്ടൻ പൊങ്ങുമ്പോൾ മാത്രമാണ്. പക്ഷേ ശ്രീ പ്രേംകുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സിനിമയ്ക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടും. സ്വാഭാവികമാണ്, സിനിമ എവർഗ്രീനാണ്, അത് മരിക്കുന്നില്ല. ഒരിക്കൽ അതിൻ്റെ ഷാഡോയിലൂടെ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ചിരപ്രതിഷ്ഠ നേടുന്നു. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഓരത്തുകൂടെ പോയവരെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് കിട്ടുമോ എന്നുള്ളത്, അവിടെ ഈ സിനിമയ്ക്കുള്ള ഒരു വലിയൊരു ഗുണം, അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. എത്ര നൂറ്റാണ്ട് കഴിഞ്ഞായിരുന്നാലും ആ സിനിമ സംരക്ഷിക്കപ്പെടുകയാണ്. പക്ഷെ ഒരു നാടകം ആ വേദിയിൽ 1-2 മണിക്കൂർ കഴിഞ്ഞാൽ മരിച്ചു. എത്രയെത്ര ക്ലാസിക്കുകളായിട്ടുള്ള നാടകങ്ങൾ, ലോക നാടകവേദിയിലുണ്ടായ മഹാവിസ്മയങ്ങൾ ഇന്ന് അടുത്ത ഒരു തലമുറയ്ക്കോ അല്ലെങ്കിൽ അത് പിന്നീട് കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ സിനിമയ്ക്കുള്ള ഒരു വലിയ സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും നാടകത്തെ സിനിമയുമായി നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനെ കവച്ചു വയ്ക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ നാടകത്തിനും ചെയ്യാൻ പറ്റും. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഇപ്പോൾ ഒരു 100-150 വർഷത്തെ നാടക ഹിസ്റ്ററി ഉണ്ട്. സംഗീത നാടക അക്കാദമി 1958 ആരംഭിച്ചതാണ്. 60-ൽ അത് ജനകീയമായി. നാളിതുവരെയായി ഏതെങ്കിലും ഒരു നാടകത്തിൻ്റെ റെക്കോർഡ് അവിടെ ഉണ്ടോ എന്ന് ചോദിക്കാം. ഏതെങ്കിലും, എന്തിനാണ്? ചെറിയ കാര്യം പറയാം, നാളിതുവരെയായി സംഗീത നാടക അക്കാദമിയിൽ നിന്ന് അവാർഡ് മേടിച്ചവരുടെ ലിസ്റ്റ് ഉണ്ടോ അവിടെ? ഏതെങ്കിലും ഒരു നാടക പ്രവർത്തകൻ, അത് എത്ര സമുന്നതനാകട്ടെ, പരമോന്നതമായ ബഹുമതി നേടിയ ആളാണെങ്കിലും അയാൾ മരിച്ചാൽ അയാളുടെ വീട്ടിലാരും വെടിപൊട്ടിക്കാൻ പോകാറില്ല. അതേസമയം ഈ പറയുന്ന ക്യാമറയിലൂടെ എടുക്കുന്ന കലയിൽ ബന്ധപ്പെട്ട ആളുകൾ മരിക്കുകയോ അസുഖം വരികയോ ഒക്കെ ചെയ്യുമ്പോൾ അവിടെ മന്ത്രിമാരെത്തുന്നു, ഗവർണർ എത്തുന്നു, പ്രസിഡന്റ് എത്തുന്നു. മരിച്ചാൽ ആകാശത്തേക്ക് വെടിവെക്കുന്നു, അവർക്ക് ചികിത്സയ്ക്ക് പെട്ടെന്ന് ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നു. ഒരു നാടക പ്രവർത്തകന് ആരോഗ്യ പ്രശ്നം ഉണ്ടായാൽ അയാൾ എത്ര അപേക്ഷ അയച്ചാലും ആ അപേക്ഷ തള്ളുകയാണ്. 2 ലക്ഷം രൂപ ഉണ്ടായിരുന്നത് 1 ലക്ഷം രൂപയായിട്ട് കുറച്ചു. ഇൻഷുറൻസ്, കുറേ കാര്യങ്ങളുണ്ട് പറയാൻ. അപ്പോൾ ആളുകൾ നാടകത്തിൽ നിൽക്കേണ്ടത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നാടകം ഡയറക്റ്റ് സംവേദനം നടത്തുന്ന ആർട്ടാണ്, മനുഷ്യനോട് സംസാരിക്കുന്ന ആർട്ടാണ്. അതിനെ നിലനിർത്താൻ സമൂഹം ഒന്നായി മറ്റെല്ലാ സംവിധാനങ്ങളും കൂടെ ചേർന്ന് ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ പറ്റൂ. കുറേ മനുഷ്യന്മാർ ഈ മേഖലയിൽ പണിയെടുക്കുന്നുണ്ട്. ശാന്തമായി, സമാധാനമായി, അവർക്കും മാന്യമായി ജീവിക്കാനുള്ള അവസ്ഥ വേണം.
അവരിഷ്ടപ്പെടുന്ന മേഖലയിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാമൂഹിക സാഹചര്യം ഉണ്ടാകണം. ഞാൻ മനസ്സിലാക്കുന്നത് ഇതേപോലെയുള്ള തുറന്ന വേദികളിലൂടെയുള്ള സംവാദങ്ങളും ചർച്ചകളുമൊക്കെ പൊതുജനങ്ങളിലേക്ക് എത്തുകയും അതുവഴി ബന്ധപ്പെട്ടവർ, ഇപ്പോൾ പല കമ്പനികൾക്കും CSR ഫണ്ടും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു നാടകം നിർമ്മിക്കൽ മാത്രമല്ല, ആ നാടകത്തെ കളിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം. നമ്മുടെ നാട്ടിൽ സംഘാടകർ ഇപ്പോൾ കുറവാണ്. പണ്ടത്തെ അവസ്ഥ ഒന്നുമല്ല. കോർപ്പറേറ്റ് അതുപോലെയുള്ള സംവിധാനങ്ങളിലൂടെയാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഈ ചർച്ച ഇവിടെ ഗുണകരമായി ഭവിക്കട്ടെ. ഞങ്ങൾക്കും ഒരു സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദി കിട്ടിയതിൽ. മനോരമയ്ക്ക് അഭിവാദ്യങ്ങൾ, ഹോർത്തൂസിന് ആശംസകൾ. നിങ്ങൾ ഓരോരുത്തർക്കും, ഇത്ര നേരം കേട്ടോണ്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിവാദ്യങ്ങൾ.